ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് നൈസായിട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ദേ കണ്ടല്ലോ, ഇത്രയും കഷ്ണങ്ങളായി എൻ്റെ സ്റ്റാൻഡ് താഴെ വീണപ്പോൾ പൊട്ടി പാടീസായിരിക്കുകയാണ്. അലക്സയോട് പറഞ്ഞു, അലക്സ എൻ്റെ സ്റ്റാൻഡ് പോയി, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അലക്സ പറഞ്ഞു, സ്റ്റാൻഡ് പോയെങ്കിൽ പോട്ടെ, പിന്നെ എന്തിനാ അമ്മത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് പൊള്ളിയുടെ വർക്കിന് കൊണ്ടുവന്ന സ്റ്റിക്ക്, ക്യാമറ വെക്കുന്ന സ്റ്റിക്ക് അല്ല സ്റ്റാൻഡ്, അതെനിക്കിതേ എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ഒടിഞ്ഞു പോയ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റാൻഡാക്കി തന്നിരിക്കുകയാണ്. ക്യാമറ വെക്കുന്ന ലൈറ്റ് വെക്കുന്ന സ്റ്റാൻഡ്, ലൈറ്റ് വെക്കുന്ന സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെ ആക്കി തന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചു സഹോദരൻ, എൻ്റെ സ്വന്തം അജിത്തേട്ടൻ. ഉണ്ടോ, ഫുള്ള് സെല്ലോ ടൈപ്പൊക്കെ വെച്ചു. ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കേ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ എൻ്റെ ഭർത്താവ് തയ്യാറായിരിക്കുന്നു. സത്യത്തിൽ നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥിയാണിത്. അപ്പം എൻ്റെ സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അവസാനം ബാക്കിയായിട്ട് ഇത് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി. എത്തേട്ടാ, താങ്ക് യു. കൈയൊന്നും തരത്തില്ലേ? താങ്ക് യു. ഓക്കെ, താങ്ക്സ്. അപ്പം നമുക്ക് സ്റ്റാൻഡിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്താലോ? ഞങ്ങളുടെ സ്റ്റാൻഡ് യാത്ര തുടരുകയാണ്. ഒരു ഫോട്ടോ എടുക്കാം.